An account will be classified as unclaimed account in case there is no operation in the account for a period of dash years. Options are A. 5 years, B. 8 years, C. 10 years and D. None of the above. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 10 ഇയേഴ്സ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര വർഷം വരെ യാതൊരു വിധമായിട്ടുള്ള ട്രാൻസാക്ഷനും ബാങ്ക് അക്കൗണ്ടിൽ നടന്നില്ലെങ്കിലാണ് ആ ഒരു അക്കൗണ്ടിനെ അൺക്ലെയിംഡ് അക്കൗണ്ടായിട്ട് ബാങ്ക് ക്ലാസിഫൈ ചെയ്യുന്നത്. എത്ര വർഷം വരെയാണ്? 10 വർഷം. യാതൊരു വിധമായിട്ടുള്ള ട്രാൻസാക്ഷനും 10 വർഷത്തേക്ക് അല്ലെ 10 വർഷമായിട്ടും നടക്കുന്നില്ല എങ്കിൽ അതെന്തായിട്ട് മാറും? അൺക്ലെയിംഡ് അക്കൗണ്ടായിട്ട് മാറും. എന്നാൽ 1 വർഷം വരാണ് ഇത് നടന്നില്ലെങ്കിൽ, യാതൊരു വിധമായിട്ടുള്ള ട്രാൻസാക്ഷനും 1 വർഷം ആയിട്ടും നടക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഇന്നാക്റ്റീവ് അക്കൗണ്ട് എന്നാണ് അതിനെ പറയുന്നത്. 2 വർഷം കഴിഞ്ഞാലോ അത് ഇനോപ്പറേറ്റീവ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡോർമെന്റ് അക്കൗണ്ട് എന്ന് പറയും. പിന്നീട് 10 വർഷം കഴിയുമ്പോഴാണ് അവർ അൺക്ലെയിംഡ് അക്കൗണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ 10 വർഷം കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പം മറന്നു പോകരുത് ഈ ഒരു ടേം, ഇനാക്റ്റീവ് അക്കൗണ്ട്, ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെന്റ് അക്കൗണ്ട്, പിന്നീട് വരുന്നത് ഇപ്പൊ ചോദിച്ച അൺക്ലെയിംഡ് അക്കൗണ്ട്. ഇത് മൂന്നും വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റിലെ എമൗണ്ട് ആണ് ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡെഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. ഇങ്ങനെ നമ്മുടെ കോടിക്കണക്കിന് രൂപ, നമ്മുടെ പബ്ലിക്കിന്റെ കോടിക്കണക്കിന് രൂപ അക്കൗണ്ട് ഈ ഡെഫ് അക്കൗണ്ടിലേക്ക് കിടക്കുന്നതാണ് റീസെൻ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്. അപ്പം നിങ്ങളൊക്കെ ആർ ബിയുടെ സൈറ്റിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും അൺക്ലെയിംഡ് എമൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അത് കയറി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ മറ്റു റിലേറ്റീവ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അതിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ കാണാൻ പറ്റും. ഓക്കെ.